ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മളിനി എങ്ങനെയാ മുമ്പോട്ട് ജീവിക്കേണ്ടത്? ഇതെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നമ്മുടെ മുമ്പിൽ രണ്ട് മാർഗ്ഗമേ ഉള്ളൂ. ഒന്നുകിൽ പേടിച്ചൊതുങ്ങി എപ്പോഴോ വരാനുള്ളൊരു വിപത്തിനെ ഭയന്ന് ഒന്നും ചെയ്യാതെ നടക്കുക, അല്ലെങ്കിൽ എന്തും നേരിടാനുള്ള ചങ്കൂറ്റത്തോടെ ചെയ്തതൊക്കെ പൂർത്തിയാക്കുക. അതിനാ എനിക്ക് തന്റെ അഭിപ്രായം അറിയേണ്ടത്. ഹരി, ഞാൻ കാരണം അത് ഇതൊക്കെ താനൊന്ന് നിർത്ത്. താൻ കാരണം എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. തന്നെ ഞാൻ കൈപിടിച്ച് സ്വീകരിച്ചപ്പോ തന്റെ ദുരിതങ്ങളും സങ്കടങ്ങളും എല്ലാം ഞാൻ ഒന്നിച്ചാ സ്വീകരിച്ചത്. അതിന് തന്നോട് ഞാൻ ഒരിക്കലും പരാതി പറയില്ല, ഒരു വാക്കുകൊണ്ട് പോലും പരാതി പറയില്ല. പിന്നെ ഇപ്പോഴുള്ള പേടി, അതിനെ മറികടക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇടോ, അറിയുന്നതും അറിയാത്തതുമായിട്ട് ഓരോ മനുഷ്യർക്കും ഒരുപാട് ശത്രുക്കളുണ്ട്. അവര് നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കോ അതോ നമുക്കെതിരെ എന്തെങ്കിലും ആസൂത്രണം ചെയ്തതായിരിക്കോ എന്നൊക്കെ, അങ്ങനെയൊക്കെ കരുതിയാൽ നമ്മുടെ ജീവിതം തീർന്നു. നമുക്ക് ജീവിക്കണ്ടേ നിത്യേ? നമ്മള് സ്വപ്നം കാണുന്നൊരു ജീവിതം യാഥാർത്ഥ്യമാക്കണ്ടേ? നോക്കേ, എല്ലാം അങ്ങ് വിട്ടുകളഞ്ഞേക്ക് ഹരി എന്ന് പറഞ്ഞ ഞാൻ റെഡിയാ. എന്റെ ഉള്ളിൽ വല്ലാതെ പേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ അത് സത്യം. പക്ഷേ മുമ്പ് എങ്ങും ഇല്ലാത്തൊരു ധൈര്യം ഇപ്പൊ എനിക്കുണ്ട്. അത് ഞാൻ ഹരിയുടെ കൂടെയാണെന്നുള്ളൊരു വിശ്വാസം കൊണ്ടാ. ഇടയ്ക്കൊന്ന് പതറിപ്പോകുമ്പോ എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി. നമ്മൾ തുടങ്ങി വെച്ചതൊന്നും വഴിയിൽ ഉപേക്ഷിക്കാൻ പാടില്ല. നമുക്ക് ജീവിക്കണം, മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്നത് പോലെ ജീവിക്കണം. എന്റെ അച്ഛനെ കൊന്ന് എന്നെ ഒന്നും ഇല്ലാതാക്കി മാറ്റിയ ആളാണ് അയാള്. ഞാൻ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്നത് അയാൾ കാണണം. ആ, ഇപ്പൊ കൊള്ളാം. ഈ ഒരു ചിന്ത മനസ്സിൽ നിന്ന് എടുത്ത് മാറ്റാതെ ഇനി ഒന്ന് നടന്നും ചവിട്ടുന്ന ഭൂമിയിൽ ഉറച്ച് ചവിട്ടിയും എതിരെ വരുന്നവരെ സൂക്ഷിച്ച് നോക്കിയും കരുത്തുള്ളൊരു പെണ്ണായിട്ട് നീ എന്റെ കൂടെ വാ. ഈ വെല്ലുവിളിക്കുന്നവരെ നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇപ്പൊ തന്നെ ഇറങ്ങണോ വെല്ലുവിളിക്കാൻ? എന്തായാലും ഇപ്പൊ നമുക്ക് പരസ്പരം നമ്മുടെ പേടി മാറ്റാം. എന്നിട്ട് രാവിലെ ഫ്രഷ് ആയിട്ട് തുടങ്ങാം. എന്താ? ഓ, ഒന്ന് ചിരിച്ചു കണ്ടല്ലോ, സമാധാനമായി. ദേ, ഇനി വേണമെങ്കിൽ ഞാൻ എന്റെ തോളിലെടുത്തോണ്ട് നടന്നോളാം. ചൂണ്ടിക്കാണിക്കാൻ ഒരുപാടൊന്നും ഇല്ലടോ എനിക്ക്. തന്നെ സംരക്ഷിക്കാവുന്നൊരു ഉറപ്പ് എന്റെ നെഞ്ചിലുണ്ട്. അതിൽ നീ സുരക്ഷിതയായിരിക്കും.